അയ്യോ അതിനൊരു രഹസ്യം ഉണ്ടാവും, ഇതും കൂടി പറയാൻ പറ്റൂല. ഇന്നൊരു തൗഫീഖ, നല്ല തൗഫീഖ. ഏറ്റവും വലിയ പണി എന്താ? നെറ്റിക്കല്ല, നെറ്റിക്കാണെന്നാണ് 99.25% മനുഷ്യർ മനസ്സിലാക്കി, മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. ഓനാണ് പമ്പര വിട്ട് എന്താ പറഞ്ഞ് ഏറ്റവും വലിയ പണി നെറ്റിക്കാണെന്നാണ് 99.25% പമ്പര വിട്ടികളായ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നെറ്റിക്കല്ല വലിയ പണി, ഇബാദത്ത് നെറ്റിക്കല്ല. നെറ്റിയോണ്ടുള്ള ഇബാദത്ത് എന്താ ചങ്ങായി? നെറ്റിയോണ്ടുള്ള ഇബാദത്ത് ഒരു ചുക്കുമല്ല എന്ന് പഠിക്കണമെങ്കിൽ അന്തം വേണം. അന്തം പടച്ചോൻ കൊടുക്കണം. ഇബാദത്ത് കിടക്കണ നെറ്റിയിലല്ല, ഇബാദത്ത് കിടക്കണത് തലച്ചോറിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ആബിദീങ്ങൾ ആരാണെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു. എന്താ ചോദ്യം? അല്ലാഹുവിന്റെ മുത്ത് റസൂലിനോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണ്? അബൂദാവൂദ് അല്ലെങ്കിൽ ഇബ്നു മാജ സിഹായിലെ ഹദീസുണ്ട്, സിയാഉസിത്തയിലുണ്ട് ഹദീസ്. ആരെയും ഹദീസ് കണ്ടിട്ടില്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ മതി, എടുത്തുതരാം. ഖീല സിയാഉസിത്തയിലെ ഹദീസുണ്ട്, വെറുതെ രാവിലെ വന്ന് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണ്? അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആഖിൽ, ഏറ്റവും വലിയ ഇബാദത്തുകാരൻ ആഖിലാണ്. ആഖിൽ അല്ലാഹുവിൽ ചെലവാക്കണം. നെറ്റി വേണമെങ്കിൽ ഫർദ് മാത്രമേ ചെലവാക്കണ്ടാവൂ. ആഖിൽ ഫുൾ ടൈം അല്ലാഹുവിലായിരിക്കും. മറ്റോൻ ഫുൾ ടൈം നിസ്കാരത്തിലായിരിക്കും. ആഖിൽ മിൻ ഇൻദി നഫ്സി, ഓന്റെ കച്ചവടം എങ്ങനെ ലയിപ്പിക്കണം എന്ന കാര്യത്തിലായിരിക്കും. ഓന്റെ പേര് ഹമുക്ക്. ഇബാദത്തിന് ഊലിട്ടൂലേ? ഊലിട്ടേക്കാം. ആഖില് പഠിച്ചു കൊടുത്തില്ല. ആഖില് സെൽഫിഷാ. ഓന്റെ കാര്യം, ഓന്റെ കച്ചവടം ജയിക്കാൻ വേണ്ടി അവൻ താജുസ്കരിക്കണത്, ഓന്റെ കടം വിടാൻ വേണ്ടിയാണ് സ്വലാത്തിരുന്നത്. അവന്റെ ഇബാദത്ത് മുഴുവനും ആർക്കാണ്? മറ്റൊരുത്തൻ വെറുതെ ഉത്തരിക്കാണ്. പക്ഷെ ഒരു സെക്കൻഡോ അവനെ പറ്റി ആലോചിക്കണില്ല. ആരെ പറ്റി ആലോചിക്കണം? ഇതൊക്കെ എഴുതി വെക്ക്. പിന്നെ ഇതൊക്കെ തലയെ കെട്ടി കൊണ്ടുപോയിട്ട് വിൽക്കരുത്. അതിനാണിത് പറയുന്നത്. നാട്ടുകാരെ മുന്നിൽ നിസ്കരിച്ച് കാണിച്ചിട്ടല്ല കാര്യം. അതൊക്കെ നല്ലതാണ്, ഒക്കെ നല്ലതാണ്. എന്നെ ആക്കിൽ ആർക്ക് കൊടുത്താൽ അല്ലോ, അതായിരിക്കണത് ഒരു ഡോക്ടറാണ്. ഈ ഇരിക്കുന്ന സദസ്സിലെ ഡോക്ടറുണ്ട്, ഒരു ആശുപത്രിയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ. ഈ ഇവിടക്കടുത്ത പ്രഗത്ഭനമായ ഒരു ആശുപത്രിയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഈ സദസ്സിലുണ്ട്. ഈ ഡോക്ടർ ഒരു പക്ഷേ നിങ്ങളെക്കാളും എന്നെക്കാളും വലിയ അബിതായിരിക്കും. അയാൾക്ക് ഫറലല്ലാതെ ഒന്നിനും നേരോട്ടുണ്ടാവില്ല. അയാൾ നാട്ടുകാരൊക്കെ ചികിത്സിക്കാണ്. ആർക്ക് വേണ്ടി? ഇല്ല. അയാൾ പുതിയ മരുന്ന് കണ്ടുവെത്താൻ അധ്വാനിക്കുക. എനിക്കറിയാം. ക്യാൻസറിന് മരുന്ന് കണ്ടെത്താതെ ഞാൻ വിശ്രമിക്കൂല എന്ന് പറഞ്ഞ് പണിയെടുക്കണ ആളുകൾ അദ്ദേഹം വേറെ ആളും എനിക്കറിയാം. എന്തിന്? സാധുക്കളായ മനുഷ്യന്മാർ ക്യാൻസർ ബാധിച്ച് മരിച്ചു പോവുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അവർ രാവും പകലും അധ്വാനിക്കാണ്. എന്തിന്? ക്യാൻസറിന് മരുന്ന് കൊണ്ടിരിക്കണം. അമേരിക്കയിലെ വലിയ ലക്ഷങ്ങൾ കൊടുത്തൊന്നും ചികിത്സിക്കാൻ സാധുക്കൾക്ക് കഴിയില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല, അത് അള്ളാഹ്ക്ക് അറിയാനേ ഉള്ളൂ, എനിക്കറിയില്ല. ഈ തലയെ കെട്ടി വയലുറഞ്ഞ എന്നെക്കാൾ എത്ര മേലായിരിക്കും അയാൾ. പണി ആർക്കാണെങ്കിൽ അയാൾ ആലോചിച്ചും പണിയെടുത്തും ലാബിൽ പരീക്ഷണം നടത്തിയും വീണും ഉറങ്ങിയിരിക്കും. രാവിലെ സുബഹി നിസ്കരിച്ച് പിന്നെയും പണിയെ തന്നെ ഇരിക്കും. അപ്പൊ അയാളെ ആക്കിൽ ആർക്കാണ്? അവർക്ക് പറയാ ആർക്കാ? അയാളായിരിക്കും വലിയ ആള്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇവിടെ അടയാളുണ്ടാവും. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് നടക്കും. നല്ല 2 താമ്പുണ്ടായ കച്ചവടം നടക്കും.
മുപ്പരത്തിന് വല്ലതും വാങ്ങുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ സന്തോഷമാണ്. മുപ്പര നെറ്റിമ്മനിലെ തമ്പണ്ടില്ല നിങ്ങൾ അങ്ങനെ പറയാം. അയാളെ റിയൽ എസ്റ്റേറ്റ് അടക്കും ഈ തമ്പുണ്ട്. മറ്റൊരു തമ്പുണ്ടാവില്ല, ഓൻ പറവസ്കരിക്കണുള്ളൂ, തമ്പുണ്ടാവില്ല. പക്ഷെ അള്ളാൻ്റെ ആളോനാണ്. കാരണം ഓൻ്റെ പണി ആർക്ക് വേണ്ടിയാണ്? അള്ളാ. ഏറ്റവും വലിയ ഇബാദത്ത് നെറ്റിയിലല്ല, അക്കല്ല എന്ന് പറഞ്ഞ ഞാനുങ്ങളും അല്ല, മുത്തനബിയാണ്. ഹബീബിനോട് ചോദിക്കപ്പെട്ടു, ബുദ്ധിമാനാണ്. മനസ്സിലായില്ലേ? ബുദ്ധി ആർക്ക് കൊടുത്തു? ബുദ്ധി ആർക്ക് നൽകിയ? ബുദ്ധി ആർക്ക് നൽകിയ? ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. قل أي شيء أكبر شهادة قل الله